ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 120 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ചോറ്റാനിക്കര കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആൺസുഹൃത്ത് അനൂപിനെതിരെ നരഹത്യ, ബലാത്സംഗ ശ്രമം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, പോക്സോ കേസിലെ കുറ്റപത്രം 120 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, കഴിഞ്ഞ ജനുവരി 26-നാണ് ഈ പെൺകുട്ടിയെ ചോറ്റാനിക്കരയിലെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് ഒരു വലിയ രീതിയിലുള്ള അന്വേഷണം എല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിലേക്ക്, പ്രദേശവാസികൾ തന്നെ തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്കും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഒരാഴ്ചയോളം വെന്റിലേറ്റർ സഹായത്തോടെ കിടന്ന കുട്ടി പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും അതിനെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ അനൂപ് എന്ന് പറയുന്ന ആൾ അവിടെ വന്നു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ പോലീസിന് കാണാൻ, അല്ലെങ്കിൽ ആ ഒരു CCTV ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 120 പേജുള്ള കുറ്റപത്രമാണ് ചോറ്റാനിക്കര കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കുറ്റപത്രത്തിൽ ആൺസുഹൃത്ത് അനൂപിനെതിരെ നരഹത്യ, ബലാത്സംഗ ശ്രമം തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തന്നെ ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ ഈ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ്, ഷോൾ തുടങ്ങിയ തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ പറയുന്നത് ഈ ഒരു നിർണായകമായത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ പ്രതി അവിടെ വന്നു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി കണ്ടതാണ്. അന്ന് ആ പെൺകുട്ടിയെ അവിടുന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. കൈകളിലും ദേഹത്തുമെല്ലാം ചതവുകളും മുറിവുകളും എല്ലാം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൈകളിലെ മുറിവിൽ ഉറുമ്പരിക്കുന്ന അടക്കം ഒരു സാഹചര്യമാണ് അന്ന് കുട്ടിയെ അവിടുന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി കോടതിയുടെ കയ്യിലാണ് എന്നുള്ളത് തന്നെയാണ്. അന്ന് തന്നെ ഈ ഒരു കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം വന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, മസ്തിഷ്ക മരണം സംഭവിച്ചത് കഴുത്തിൽ കുടുങ്ങിയ കുരുക്ക് കാരണമാണ് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു അനൂപ് എന്ന് പറയുന്ന ആൾക്കെതിരെ, അല്ലെങ്കിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തില്ല എന്നുള്ളൊരു കാര്യം അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. പോലീസ് അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പിന്നീടാണ് ഇതൊരു മനഃപൂർവ്വമായ നരഹത്യ എന്നുള്ള രീതിയിലേക്കെല്ലാം ചുമത്തപ്പെടും, അത്തരമൊരു കുറ്റമെല്ലാം ചുമത്തപ്പെടും എന്നുള്ള കാര്യമെല്ലാം അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ മനഃപൂർവ്വമായ ഈ ഒരു നരഹത്യ, അതേപോലെ തന്നെ ബലാത്സംഗ ശ്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കാര്യം. ദീപ്തി, ഈ ഒരു അതിജീവിതയെ ഈ അനൂപ് ക്രൂരമായി തന്നെയാണ് മർദ്ദിച്ചത് എന്ന് നമുക്കറിയാം. നമുക്ക് ഈ ഒരു തലയിൽ ചുറ്റിക കൊണ്ട് അടിക്കുകയും ഷോള് കൊണ്ട് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഇതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. എന്തൊക്കെയാണ് അത് ഈ ഒരു ഇനിയിപ്പോൾ കൂടുതൽ ഈ ഒരു നരഹത്യ, അനൂപിനെതിരെ നരഹത്യ, ബലാത്സംഗ ശ്രമം ഉൾപ്പെടെയുള്ള കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? ഈ ജനുവരിയിലാണ് ഈ കുട്ടിയെ ഈ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശവാസികളാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ രീതിയിൽ ഈ കുട്ടിയെ ആക്രമിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു കുട്ടിയുടെ ശരീരം കിടന്നിരുന്നത്. അർദ്ധനഗ്നയായ അവസ്ഥയിലായിരുന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിൽ മുഴുവൻ പാടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു അനൂപ് എന്ന് പറയുന്ന ആൾ ഈ കുട്ടിയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. പിന്നീട് തുടർച്ചയായി വീട്ടിൽ വന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അമ്മയും കുട്ടിയും വീട്ടിൽ ഒരുമിച്ച് ആയിരുന്നില്ല എന്നുള്ളതെല്ലാമാണ് അന്ന് ഇത്തരം റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നു. പലതവണ ഈ അമ്മ ഈ കുട്ടിയെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനെല്ലാം പറയുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം അന്ന് അന്വേഷണത്തിൽ കൃത്യമായി തെളിഞ്ഞതാണ്. പക്ഷെ പെൺകുട്ടിയിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം രാത്രി ഈ അനൂപ് വീട്ടിലെത്തുകയും തുടർന്ന് ഈ ഒരു ആക്രമണത്തിലേക്ക് കടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ആത്മഹത്യ ചെയ്യുകയും തുടർന്ന് ആ ഒരു ഭീതിയിൽ കുട്ടി ഷോൾ ഉപയോഗിച്ച് തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഭീതിയിലാണ് ഈ ഒരു ഷോൾ അറുക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് അനൂപ് എത്തിയത്. എന്തായാലും അതേ തുടർന്ന് വീണ്ടും കുട്ടിയെ ആക്രമിക്കുന്ന ആ ഒരു രീതിയാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം അനൂപിലേക്ക് എത്തുകയും ഉണ്ടായത്. എന്തായാലും പ്രതിക്ക് കൃത്യമായിട്ടുള്ള ഈ ഒരു കുറ്റങ്ങളെല്ലാം ചുമത്തപ്പെട്ടതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. കാരണം നരഹത്യ, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങളൊക്കെയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു
ശിക്ഷ ഈ പ്രതിക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം വളരെ ക്രൂരമായിട്ടാണ് ഈ കുട്ടി അന്ന് മരണപ്പെടുന്നത്. ഒരാഴ്ചയോളം വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ ഒരു ക്രൂരമായി ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ആ ഒരു സംഭവത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു പ്രതിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായിട്ട് എന്തൊക്കെ ആ ഒരു ഷോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഹാജരാക്കാനും അതോടൊപ്പം തന്നെ പഴുതടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും എല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇനി കോടതിയുടെ കയ്യിലാണ്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് തന്നെ പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി കോടതിയിൽ നിന്നാണ് ഈ ഒരു പ്രതിക്ക് അല്ലെങ്കിൽ പ്രതിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. ദീപ്തി. ശരി, ജിതയാണ് വിശദാംശങ്ങൾ നൽകിയത്.